അതായത് എൻ്റെ ചേച്ചി കുട്ടിയായിരുന്നപ്പോഴേ കുഞ്ഞായിരിക്കുമ്പോഴേ ഒരരണ വന്ന് ചേച്ചിയുടെ അടുത്ത് വന്നിരിക്കും. ഇപ്പം ദുർമരണം സംഭവിച്ചാൽ ആത്മഹത്യ ചെയ്താലൊക്കെ ഉയർന്ന മണ്ഡലത്തിൽ പോകത്തില്ലെന്നാണ്. പക്ഷേ അമ്മ എപ്പോഴൊക്കെ പായസം നടത്താനായിട്ട് മുടങ്ങുന്നോ അരണ വന്ന് ചേച്ചിയുടെ അടുത്തിരിക്കും. നമുക്ക് ഇന്നത് കിട്ടണം എന്ന് കരുതി നമ്മളൊരു കർമ്മം ചെയ്താൽ കർമ്മത്തിന് ഫലമില്ല. അദ്ദേഹം ചെയ്ത ക്രൂരതകൾക്ക് ഒരു മറവായിട്ടാണ് ഇത് ചെയ്തിരുന്നത്. എല്ലാ കാര്യങ്ങളും അമ്മയ്ക്ക് ആ ദേവിയാണ് സാധിച്ചു തരുന്നതെന്നാണ് വിശ്വസിക്കുന്നത്. എല്ലാവരും പലപ്പോഴായി സംസാരിക്കുന്ന ഒരു കാര്യമാണ് മരണത്തിന് ശേഷം. എന്തായിരിക്കും ആ ഒരു മരണത്തിന് ശേഷമുള്ളൊരവസ്ഥ? മരണത്തിന് ശേഷം നമ്മൾ ഈ ജന്മത്തിൽ നമ്മൾ ഭൂമിയിലേക്ക് വന്ന കുറേ അധികം ആളുകൾക്ക് മറവി സംഭവിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് മരണം എന്ന് പറയുന്നത്. മറവി സംഭവിക്കലാണ് മരണം. മരണത്തെ അതിജീവിച്ചവർക്ക് മെമ്മറി ഉണ്ടായിരിക്കും. അതായത് ത്രികാലജ്ഞാനികൾക്കും മഹർഷീശ്വരന്മാർക്കും എല്ലാം പാസ്റ്റ് ലൈഫും കാണാം, ഫ്യൂച്ചർ കാണാം, പ്രസൻറ്റ് കാണാം. അപ്പോൾ അവർ മരണത്തെ അതിജീവിച്ചവരാണ്. കാരണം അവരുടെ പാസ്റ്റ് ലൈഫ് വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ഈ ജന്മത്തിൽ എന്തിനു വേണ്ടി അവർ ജനിച്ചു, ഇന്ന ദൗത്യങ്ങളാണ് എനിക്ക് നിർവഹിക്കാനുള്ളത്, അല്ലെങ്കിൽ എൻ്റെ ചുറ്റിനുമുള്ള ആത്മാക്കൾക്ക് നിർവഹിക്കാനുള്ളത്. അപ്പോൾ അവരെ ഗൈഡ് ചെയ്യാൻ അവർക്ക് പറ്റും. ത്രികാലജ്ഞാനികൾക്ക് അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പോൾ അവർക്ക് ആ ഒരു മരണമില്ലാത്ത അവസ്ഥയിലേക്ക് അവർക്ക് മാറാൻ പറ്റും. അവർക്ക് നല്ല ക്ലിയറാണ് എന്താണ് ഈ ലൈഫിൻ്റെ ജന്മോദ്ദേശം എന്നുള്ള അവർക്കറിയാം. അപ്പോൾ അവർക്ക് ഇത് മായ അവർക്ക് ഉണ്ടാകത്തില്ല. അവരഥവാ ഈ ഒരു വെള്ളത്തിൽ വള്ളം കിടക്കുന്ന പോലെ അവർക്ക് കിടക്കാൻ പറ്റും. കാരണം അതിൽ ടച്ച് ചെയ്യുന്നുണ്ട്, ഈ സംസാര സാഗരത്തിൽ ടച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ വെള്ളം കയറത്തില്ല. ദ്വാരം ഉണ്ടെങ്കിലല്ല വെള്ളം കയറും. അപ്പോൾ ഈ ഒരു എക്സ്റ്റേണൽ കാര്യങ്ങളുടെ മായ അവരെ ബാധിക്കാതെ എന്നാൽ ഇവരിതെല്ലാം ആസ്വദിക്കുകയും ചെയ്യും. ഈ ലോകത്തിൻ്റെ സന്തോഷങ്ങളും സുഖങ്ങളും നമുക്ക് ആസ്വദിക്കുകയും ചെയ്യാം. പക്ഷേ ഇതെല്ലാം നമുക്ക് അറിഞ്ഞ് ജീവിക്കാൻ പറ്റും. അപ്പോൾ അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. പലർക്കും ഈ ഒരു ലൈഫ് ആഫ്റ്റർ ഡെത്ത് ഇത് അറിഞ്ഞിട്ടുള്ളവർ ഈ പൂർവ്വജന്മം അറിഞ്ഞിട്ടുള്ളവരാണ്. പൂർവ്വജന്മത്തിൽ ഞാൻ ആരായിരുന്നു എന്ന് വെളിപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. നമ്മൾ ഇതിനകത്ത് ശ്രീ എം ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് സ്വന്തം പാസ്റ്റ് ലൈഫ് അറിഞ്ഞിട്ടുള്ള വ്യക്തികളാണ്. അപ്പം ഈ ഒരു ബർത്തിലൂടെ അപ്പോൾ അവർക്ക് അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ ലക്ഷ്യങ്ങളെ നമുക്ക് പൂർണ്ണമായിട്ടും നിവർത്തിക്കാൻ പറ്റും. നമ്മുടെ ദൗത്യങ്ങൾ നമുക്ക് നിർവഹിക്കാൻ പറ്റും. ഇപ്പം തന്നെ ഞാൻ പാസ്റ്റ് ലൈഫിലൊക്കെ ആരായിരുന്നു ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ഈ ജന്മത്തിൽ എൻ്റെ ദൗത്യം ഞാൻ നിർവഹിക്കുകയാണ് വേണ്ടത്. ഞാൻ കുടുംബത്തിൽ പെട്ടുകിടന്ന് ഞാൻ സമയം നഷ്ടപ്പെടുത്തിയാൽ വീണ്ടും ഞാൻ ജനിക്കേണ്ടതായിട്ട് വരുമെന്നുള്ള ബോധം എനിക്കുണ്ട്. അതുകൊണ്ട് പർപ്പസ്ഫുള്ളി നമ്മൾ നമ്മുടെ ദൗത്യങ്ങൾ ചെയ്യാനായിട്ട് തീരുമാനിക്കും. അതേസമയം ഒരു സാധാരണ വ്യക്തി ഇത് നമ്മുടെ മനസ്സിനെ ട്രാൻസ്ഫോം ചെയ്യാതെ നമ്മളിതിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ പരോളിൽ നമ്മൾ ഇറങ്ങുന്ന ഒരു കുറ്റവാളിയെ പോലെ ഇരിക്കും. കാരണം പരോളിൽ ഇറങ്ങാൻ വേണ്ടി മനസ്സിൽ പകയുണ്ടായിട്ട് നമ്മൾ ആ കൂടെയുള്ള പിന്നെ ജയിലിലുള്ള മറ്റുള്ള അന്തേവാസികളെ മർദ്ദിക്കുന്നില്ല. മനഃപൂർവ്വം ചെയ്യാത്തതാണ്. കാരണം ഞാൻ രക്ഷപ്പെടണം എങ്ങനെയും വെളിയിൽ. പക്ഷേ ഉള്ളിൽ പകയുണ്ട്. പക്ഷെ അങ്ങനെ വെച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ്റെ മനസ്സ് ട്രാൻസ്ഫോം ചെയ്തെന്ന് പറയാനൊക്കെ ഇല്ല. അപ്പോൾ ഒരു നല്ല വ്യക്തികൾക്ക് ഈ ഒരു മെമ്മറി കൊടുക്കത്തുള്ളൂ. നല്ല വ്യക്തികൾക്ക് അവരുടെ പാസ്റ്റും ഫ്യൂച്ചറും പ്രസൻറ്റും ഒക്കെ കാണാനായിട്ട് അതിൽ ഏതെങ്കിലും വഴിക്കൂടെ അറിയെങ്കിലും ചെയ്യും. അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ദൗത്യങ്ങളിലേക്ക് പോകാൻ സാധിക്കും. അല്ലാത്തവരെന്ത് ചെയ്യും? ഇത് ദുരുപയോഗം ചെയ്യും. ഇത് പർപ്പസ്ഫുള്ളി നമ്മൾ പിന്നെ നമുക്ക് ഇന്നത് കിട്ടണം എന്ന് കരുതി നമ്മളൊരു കർമ്മം ചെയ്താൽ കർമ്മത്തിന് ഫലമില്ല. അതിനൊരു ഉദാഹരണമാണ് നമ്മൾ ഭാവനാഗിരിയുടെ പരലോക നിയമങ്ങൾ. അതിൽ 2 മക്കൾ ആക്സിഡൻറ്റിലാണ് മരിക്കുന്ന ആ സ്ത്രീയുടെ. അപ്പോൾ അവർ ഹസ്ബൻഡും വൈഫും ഇനി ജീവിതത്തിൽ ഇനി ഞങ്ങൾക്കൊന്നുമില്ല, എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതി തകർന്നടിഞ്ഞിരിക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് മനസ്സ് പീസ്ഫുള്ളല്ല. മനസ്സ് പീസ്ഫുൾ ആകുമ്പോഴേ സബ് കോൺഷ്യസ് മൈൻഡിൽ കൂടെ കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആത്മാക്കൾക്ക് നമ്മളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദൈവങ്ങൾക്കാണെങ്കിലും അങ്ങനെ പറ്റൂ. സബ് കോൺഷ്യസ് മൈൻഡിലൂടെയാണ് നമ്മളുമായിട്ട് കണക്ട് ചെയ്യുന്നത്. നമ്മുടെ സ്ഥൂല ശരീരത്തിൽ കൂടെ പറ്റത്തില്ല. അപ്പോൾ ഇവരുടെ മനസ്സ് അസ്വസ്ഥമായിട്ടിരിക്കുന്നതുകൊണ്ട് ആ മക്കളുടെ ആത്മാക്കൾ വേറെ ഒരു സ്ത്രീയുടെ സ്വപ്നത്തിലാണ്, ഇവരുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത സ്ത്രീയുടെ സ്വപ്നത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. എന്നിട്ട് എൻ്റെ അമ്മയുടെ ദൗത്യം പരലോകത്തെപ്പറ്റി ഈ ഭൂമിയിലുള്ള ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അമ്മ പീസ്ഫുള്ളായിട്ടിരുന്നാലേ ഞങ്ങൾക്ക് പരലോകത്തെ കാര്യങ്ങൾ അമ്മയിലൂടെ പറയാനൊക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് ഓട്ടോമാറ്റിക് റൈറ്റിങ്ങിലൂടെയാണ് ആ പുസ്തകം എഴുതുന്നത്.
അത് എഴുതാൻ കാരണമായത് ഈ സ്വപ്നം കണ്ട സ്ത്രീ അവരുടെ ഫ്രണ്ടിനോട് പറഞ്ഞപ്പോൾ അവരുടെ ഫ്രണ്ട് പറഞ്ഞു എനിക്കറിയാവുന്നവരാണ് ഈ 2 മക്കൾ മരിച്ച അമ്മ. അങ്ങനെ അവിടെ പോവുകയാണ്. അപ്പം അങ്ങനെയാണ് ഈ ഒരു പുസ്തകം തന്നെ എഴുതപ്പെടുന്നത്. അപ്പോൾ അവിടെ സംഭവിക്കുന്നൊരു കാര്യം, ഇവരുടെ ഒരു ചിറ്റപ്പൻ വലിയ ദാനധർമ്മിഷ്ഠനായിരുന്നു. അദ്ദേഹം ഒരുപാട് ദാനങ്ങളൊക്കെ ഭൂമിയിൽ ചെയ്തു. അപ്പോൾ ഈ മക്കൾ ആക്സിഡൻറ്റ് മരിച്ചാൽ നമ്മൾ സാധാരണ പറയും ഇപ്പോൾ ദുർമരണം സംഭവിച്ചാൽ ആത്മഹത്യ ചെയ്താലൊക്കെ ഉയർന്ന മണ്ഡലത്തിൽ പോകത്തില്ലെന്നാണ്. പക്ഷേ ഇവർ ഉയർന്ന മണ്ഡലത്തിലാണ് പോയിരുന്നത്, ഈ ആക്സിഡൻറ്റ് പെട്ടും മരിച്ചവർ. അത് അവരുടെ നന്മ, ഉള്ളിലെ നന്മ. ഇപ്പോൾ ഏത് മരണം എന്നുള്ളതല്ല അവിടെ നന്മ കൊണ്ട്, ഇതെല്ലാം മനസ്സുകൊണ്ടാണ് നമ്മൾ കർമ്മം ചെയ്തിട്ട് നമ്മൾ ഉയർന്ന ലോകങ്ങളിലേക്ക് പോകാൻ സാധിക്കുന്നതെന്നുള്ള വ്യക്തമാണ് ആ ഒരു പരലോക നിയമത്തിൽ. അപ്പോൾ ഭാവനാഗിരിയുടെ മക്കൾ എന്ത് ചെയ്തു, ഈ ചിറ്റപ്പനെ അന്വേഷിക്കുകയാണ് അവിടെ. അവരുടെ മണ്ഡലത്തിൽ അന്വേഷിച്ചപ്പോൾ അവിടെ കാണുന്നില്ല. അപ്പോൾ വിചാരിച്ച് അവരുടെ 7ാം മണ്ഡലവും കഴിഞ്ഞുള്ള അതിന് മുകളിൽ മണ്ഡലമുണ്ട്, ഈശ്വരൻ്റെ മണ്ഡലമൊക്കെ ഉണ്ട്. അപ്പം അവിടെ യുക്തേശ്വരഗിരിയുടേത് വേറെ ഹിരണ്യലോകം എന്ന് പറയുന്ന ആ ഒരു ഇതിൽ പറയുന്നുണ്ടല്ലോ, യോഗാനന്ദ പരമഹംസൻ്റെ ബുക്കിൽ പിന്നെ യോഗിയുടെ ആത്മകഥയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിനും അപ്പുറത്തുള്ള ലോകങ്ങളുണ്ട്, ഈശ്വരൻ്റെ ഉയർന്ന ലോകം. അപ്പോൾ അവിടേക്കൊക്കെ പോകാൻ വേണ്ടിയാണ് നമ്മൾ മനുഷ്യനായിട്ട് ജന്മം എടുത്തിട്ട് മോക്ഷപ്രാപ്തിക്കായിട്ട് നമ്മൾ പരിശ്രമിക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഈ ചിറ്റപ്പന് മുകളിലത്തെ മണ്ഡലത്തിലായിരിക്കുമെന്ന് കരുതി. പക്ഷേ ഇവർക്ക് മുകളിലത്തെ മണ്ഡലത്തിലേക്ക് പോകാനൊക്കത്തില്ലല്ലോ. പക്ഷേ കാരണം മുകളിലുള്ള ആളുകൾക്ക് താഴേക്ക് വരാം, മുകളിലേക്ക് പോകാനൊക്കത്തില്ല, അനുവാദമില്ല. ഏറ്റവും മുകളിൽ നിന്ന് അവർക്ക് എവിടെ വേണമെങ്കിലും വന്ന് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവരെന്ത് ചെയ്തു, താഴത്തെ മണ്ഡലത്തിൽ വെറുതെ പോയപ്പോഴും താഴത്തെ മണ്ഡലത്തിൽ കിടക്കുമോ ചിറ്റപ്പൻ. അപ്പോൾ ചിറ്റപ്പനാണെന്ന് എൻ്റെ തോന്നൽ, കുറേ നാളായി ഇത് വായിച്ചിട്ട്. ആ എന്താണ് ആ ചിറ്റപ്പൻ ഇവിടെ വരാൻ കാര്യമെന്ന് അന്വേഷിച്ചു. അദ്ദേഹം വളരെ കഷ്ടത്തിലായിരുന്നു, അവിടെ നരകത്തിൽ കിടന്ന് വലിയുന്ന പോലെ കഴിയുകയാണ്. അപ്പോഴാണ് ഇത് മനസ്സോടെ അല്ല കൊടുത്തത്, അയാളുടെ അധമ മാർഗങ്ങൾ അല്ലെങ്കിൽ അധമ പ്രവൃത്തികൾക്കൊരു മറയായിട്ടാണ് ദാനധർമ്മങ്ങൾ ചെയ്തിരുന്നത്. അപ്പോൾ ഇത് മനസ്സോടെ അല്ല, മറ്റേതിനൊരു മറവ്, അദ്ദേഹം ചെയ്ത ക്രൂരതകൾക്കൊരു മറവായിട്ടാണ് ഇത് ചെയ്തിരുന്നത്. അപ്പോൾ അയാളുടെ മനസ്സ് മാറിയിട്ടാണോ ദാനധർമ്മം ചെയ്തത്? അപ്പോൾ ഈ ദാനധർമ്മത്തിന് വിലയില്ല. അപ്പോൾ അതാണ് പാസ്റ്റ് ലൈഫ്. എനിക്ക് പാസ്റ്റ് ലൈഫിലെ പിന്നെ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പറയാനുള്ളത്, എൻ്റെ അമ്മയുടെ ആ സ്വപ്നം തന്നെയാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ആ ദേവിയിൽ ലയിച്ചതായിട്ടുള്ള അമ്മ ഐതിഹ്യം ഉൾപ്പെടെയുള്ള കഥയാണ് എനിക്ക് പറഞ്ഞു തരുന്നത്. ആ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെ തിരക്കി ഞാൻ നടന്ന് അത് കണ്ടെത്തുകയും ചെയ്തു. അമ്മ കാണിച്ച സ്വപ്നം സത്യമായിരുന്നു, ആ ഐതിഹ്യം സത്യമായിരുന്നു എന്നുള്ളത്. ഞാനത് നേരത്തെ ഒരു എപ്പിസോഡ് പറഞ്ഞതാണെന്ന് തോന്നുന്നു. അപ്പം അത് പറയേണ്ടതുണ്ടോ? അത് അറിയാമല്ലോ, ചെറുതായിട്ട് പറയാം. അപ്പോൾ അതായത് എൻ്റെ അമ്മ സ്വന്തം കുടുംബക്ഷേത്രം അടുത്തുണ്ടായിട്ടും അമ്മയ്ക്ക് ഒരു ദേവിയിൽ, ഒരു വള്ളിക്കാവിലാണത്, നമ്മുടെ കരുനാപ്പള്ളിക്കടുത്ത് വള്ളിക്കാവിൽ, ആ ക്ഷേത്രത്തിലെ ദേവിയോട് ഒരു അമ്മയെ പോലുള്ള ഒരു സ്നേഹമാണ് വരുന്നത്. എല്ലാ കാര്യങ്ങളും അമ്മയ്ക്ക് ആ ദേവിയാണ് സാധിച്ചു തരുന്നതെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പം അമ്മ സ്കൂൾ അധ്യാപികയായിരുന്നു. അപ്പം ഞങ്ങളെ 2 പേരെയും കുഞ്ഞുങ്ങളായി ഇരിക്കുമ്പോൾ എന്നെ നോക്കാനായിട്ട് വേറെ ഒരു മമ്മാഞ്ഞി എന്ന് ഞങ്ങൾ വിളിക്കുന്ന ഒരു അമ്മ നോക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ ചേച്ചിയെ അമ്മയ്ക്ക് ഒരു അസൗകര്യം നേരിട്ടത് കൊണ്ട് ചേച്ചി അമ്മ കൂടെ തന്നെ നിർത്തി. മറ്റേത് എന്നെ നോക്കാനായിട്ട് ആ മമ്മാഞ്ഞിയെ ഏൽപ്പിച്ചിട്ട് അമ്മ ഇടയ്ക്ക് അടുക്കളയിൽ ജോലി ചെയ്യാനൊക്കെ പോകുമ്പോഴേ ഈ കുഞ്ഞിൻ്റെ, അതായത് എൻ്റെ ചേച്ചി കുട്ടിയായിരുന്നപ്പോഴേ, കുഞ്ഞായിരിക്കുമ്പോഴേ ഒരണ വന്ന് ചേച്ചിയുടെ അടുത്ത് വന്നിരിക്കും. അരണ വന്നിരിക്കുമ്പോഴത്തേക്കും ഈ അമ്മയ്ക്ക് എപ്പോഴും സ്വന്തം അമ്മയായിട്ട്, അപ്പോൾ അമ്മയുടെ അമ്മയ്ക്ക് കൂടെ എപ്പോഴും വന്ന് നിൽക്കാൻ സാധിച്ചിരുന്നില്ല, വല്യമ്മച്ചിയുടെ കൂടെ ആയതുകൊണ്ട്. അപ്പോൾ അമ്മ എപ്പോഴും എൻ്റെ അമ്മയെന്നും പറഞ്ഞ് ഈ വള്ളിക്കാവിലെ അമ്മയാണ് വിളിച്ചിട്ട് പറഞ്ഞ് അമ്മേ ഞാൻ അവിടെ വരുന്നുണ്ട്, വഴിപാട് നടത്താം, പായസം നടത്താം, ഈ അരണ ഇനി വരരുത്. അമ്മയ്ക്ക് ഭയങ്കര ഭയമാണ് ഈ എഴുജന്തുക്കളെ വരരുതെന്ന്. ആ അരണം അപ്രത്യക്ഷമായി. പക്ഷേ അമ്മ എപ്പോഴൊക്കെ പായസം നടത്താനായിട്ട് മുടങ്ങുന്നോ അരണം വന്ന് ചേച്ചിയുടെ അടുത്തിരിക്കും. അങ്ങനെ ഒരു നിത്യമായിട്ട് അത് ജീവിതത്തിൽ സംഭവിക്കുന്നൊരു കാര്യമായി. അത് ഈ അടുത്ത കാലം വരെ എനിക്ക് പോലും അനുഭവമുണ്ട്. അപ്പം നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾ മരണപ്പെട്ടു പോകുമ്പോൾ അതിന് മുൻപായിട്ട് ഒരണ ചത്തതുപോലെ ശ്വാസം മാത്രമായിട്ട് നമ്മുടെ മുന്നിൽ ഒരു ഓണത്തിന് വന്ന് കിടന്നതെനിക്ക് ഓർമ്മയുണ്ട്.
അപ്പോൾ ഇതെല്ലാം ഒരു ദൂതലക്ഷണമായിട്ട് അരണ കാണിച്ചു തരും. അപ്പം ആ ഒരു ദേവിയുടെ പവർ അവിടെ ഉണ്ടെന്നുള്ളത് നമുക്കത് വളരെ വ്യക്തമാണ്. അപ്പം അമ്മ മരണപ്പെടുന്ന സമയത്ത് അമ്മ എന്നോട് പറഞ്ഞൊരു വാചകം, എനിക്ക് എൻ്റെ വള്ളിക്കാവിൽ അമ്മയിൽ ലയിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷേ അമ്മ മരണപ്പെട്ടതിന് ശേഷം ആ ക്ഷേത്രത്തിൽ ഞങ്ങൾ അമ്മയോടൊത്താണ് പോയിരുന്നത്. പിന്നെ എനിക്ക് പോകാൻ തോന്നിയിട്ടില്ല. ആ ഒരു വിഷമം കാരണം 1.5 വർഷത്തേക്ക് ഞാൻ പോയില്ല. അപ്പോഴാണ് ഈ ഒരു സ്വപ്നം കാണുന്നത്. ഒരു കുളത്തിൽ നിന്ന് ഉയർന്നു വന്നിട്ട് ഞാൻ ഇന്ന ദേവിയായി. പക്ഷെ അതിൽ പറയുന്ന ഭാഷ എനിക്ക് കുറച്ചൊരു അവ്യക്തമായിരുന്നു. കാരണം ആ ഒരു അവിടുത്തെ ഭാഷയായിരിക്കാം, ദേവിയുടെ ഭാഷയായിരിക്കാം. അപ്പോൾ ഞാൻ ഇന്ന ദേവിയായെന്ന് ആ പേര് പറയുന്നത് അവ്യക്തമായിരുന്നു എനിക്ക്. അതുകൊണ്ട് എനിക്ക് പാൽപ്പായസം നടത്തണമെന്ന്. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ദേവീ ക്ഷേത്രത്തിൽ പാൽപ്പായസം എന്നുള്ളത്. പക്ഷേ ഞാൻ എൻ്റെ മോൻ ആ ടൈമിൽ വെക്കേഷൻ ടൈമിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരുടെ അവിടെ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ അവിടെ ചെന്ന് ആ സ്വപ്നത്തിൽ കണ്ടതുപോലെ തന്നെയാണോ ആ കുളം എന്നെല്ലാം പരിശോധിക്കാൻ അതിൻ്റെ ചുറ്റുമതിലിൻ്റെ ആ ഭാഗത്തൂടെ ഞാൻ നടന്നു ഞാൻ ആ കുളമൊക്കെ വന്ന് നോക്കിയപ്പോൾ ആ കുളം അതേപോലെ ആ സ്വപ്നത്തിൽ കണ്ട പോലെ തന്നെയാണ്. അപ്പോൾ ആ ക്ഷേത്രം തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ അവിടെ ഒരു യക്ഷിക്കാവുണ്ട്, അവിടേക്ക് ഞങ്ങൾ നടന്ന് പോകുമ്പോൾ അവിടെ നിന്നൊരു മെലിഞ്ഞുണങ്ങിയ ഒരമ്മ, വേറെ അവിടെ ആദ്യം ആൾ വരുന്നൊരു ക്ഷേത്രമല്ല, അവിടെ നിന്ന് ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്ന് മെലിഞ്ഞ് വരുന്ന, ഇപ്പോഴും എൻ്റെ കണ്ണിലുണ്ട് ആ രൂപം. അവർ നടന്നിങ്ങനെ വന്നപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചു, ഈ അമ്മയ്ക്ക് ഇതൊന്നും അറിയാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. ഞാൻ പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന ദേവി ഏതാ അമ്മയെന്ന് ചോദിച്ചു. കാരണം ഈ സ്വപ്നം എൻ്റെ മനസ്സിലുണ്ട്. ചോദിച്ചപ്പം ഈ അമ്മ പറഞ്ഞു, അത് മോളെ ഇവിടെ ഇരിക്കുന്ന ദുർഗയാണെന്ന് പറഞ്ഞു. ആ ശരി അമ്മയെന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിഞ്ഞു നടക്കാൻ ഭാവിച്ചപ്പോൾ പറഞ്ഞു, ഇതിൻ്റെ ഐതിഹ്യം മോൾക്ക് അറിയണ്ടേ എന്ന് ചോദിച്ചു. ആ അറിയണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു കൗതുകമായി, എന്താ ഐതിഹ്യം എന്ന് ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു ഇല്ലത്ത് ഒരു സ്ത്രീ വന്ന് അഭയത്തിനായിട്ട് വന്നു. ആ സ്ത്രീക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ കഴിക്കുന്നതായിട്ട് കാണുന്നില്ല, പുറത്ത് കൊണ്ടുപോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവർ അനുഗമിച്ചു വീട്ടുകാർ. അപ്പോൾ കുളത്തിൽ കൊണ്ട് കുഴിച്ചിടുന്നതായിട്ടാണ്. അപ്പോൾ ആ പാതാള ദുർഗയായിരുന്നു അത്. അപ്പോൾ ആ ദേവി ആ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞ് ഇവിടെ ഒരു ക്ഷേത്രം പണിയണം. അതനുസരിച്ച് പണിത ക്ഷേത്രമാണ്. അടിയിൽ ജലമിട്ടിട്ടാണ് അത് വിഗ്രഹം വെച്ചിരിക്കുന്നത്. അപ്പോൾ അന്ന് ഞങ്ങൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഇങ്ങനെ താഴേക്ക് നോക്കണമായിരുന്നു. ഇങ്ങനെ അറയിലിരിക്കുന്ന പോലെയാണ് ആ ദേവി ഇരിക്കുന്നത്. താഴേക്ക് കുനിഞ്ഞ് നോക്കണം. നമുക്ക് റോഡിൽ നിന്നാൽ കാണത്തില്ല, നേരെ നിന്നാലും നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷെ പിന്നീട് അത് അവർ പുനഃപ്രതിഷ്ഠയൊക്കെ ചെയ്ത് മാറ്റി കുറച്ച് ഉയർത്തി. പക്ഷെ എങ്കിലും അതായിരുന്നു ആ ചൈതന്യം എന്ന് എനിക്കെപ്പോഴും തോന്നും, ആ ഒരു ചൈതന്യം. അപ്പോൾ ആ ഐതിഹ്യം പോലെ തന്നെ ഈ അമ്മ പറഞ്ഞത്. പക്ഷേ ആ ഇല്ലത്തുകാർക്കോ അവിടെയുള്ള ആളുകൾക്കോ ഇതിനെപ്പറ്റി യാതൊരു അറിവില്ലായിരുന്നു. ഞാൻ അന്വേഷിച്ചപ്പോൾ ഈ അമ്മ എവിടെ നിന്ന് വന്നു എന്ന് എനിക്ക് യാതൊരു പിടിയില്ല. ആ ഇല്ലത്തെ ഒരാളിൻ്റെ വകയാണിത്. അവർക്ക് പോലും ഇങ്ങനെ ഒരു ഐതിഹ്യത്തെ പറ്റി അറിയത്തില്ല. പക്ഷേ കുറേ കാലം കഴിഞ്ഞ്, വർഷങ്ങളായി കഴിഞ്ഞ്, ഞാൻ ഈ അടുത്ത കാലത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡിൻ്റെ തറവാടാണിത് എന്ന് പറഞ്ഞ് ആ ക്ഷേത്രത്തിലേക്ക് അനിയത്തി എന്നെ കൂട്ടിക്കൊണ്ടുവന്നു. അപ്പോഴവിടെ ഒരു തിരുമേനി ഉണ്ടായിരുന്നു. അവിടെ പിന്നെ അർച്ചനയ്ക്കൊക്കെ റെസിറ്റ് കൊടുക്കുന്നത്. ആ തിരുമേനി ഈ കഥ പറഞ്ഞു, ഇതാണ് സംഭവം എന്ന്. അപ്പോഴിത് സത്യമാണ് സ്ഥിരീകരിക്കുകയും ചെയ്തു. അങ്ങനെയാണ് നമ്മൾ ഈ മരണത്തിന് ശേഷം നമുക്ക് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, എൻ്റെ അമ്മ അതിൽ ലയിച്ചതൊക്കെ തന്നെയാണ് എനിക്ക് എക്സാമ്പിളായിട്ട് പറയാനുള്ളത്. പല അനുഭവങ്ങളും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്.